ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ ഒക്കെ പരിപാടികൾ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സ്പൂണിന് ഏകദേശം ഒരു 12 ടേബിൾ സ്പൂണോളം മൈദ നമുക്ക് ഇതുപോലെ ഒന്ന് അരിപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വീട്ടിലുള്ള ചെറിയ സ്പൂണിന് ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ കൂടിയിട്ട് 3 പ്രാവശ്യം ഒന്ന് അരിച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. ആ സെയിം സ്പൂണിനകത്ത് തന്നെ നമുക്കൊരു 8 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു 3 എഗ് വൈറ്റ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റാക്കി എടുക്കാം. ഇതുപോലെ വൈറ്റ് കളറിലാവുന്ന സമയത്ത് അതിനകത്തേക്ക് ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ക്രീമി ആയിട്ട് വരുന്ന സമയത്ത് ഓരോ എഗ്ഗിൻ്റെ യോക്ക് ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു എസൻസ് ആണ് കേട്ടോ, സ്ട്രോബെറി എസൻസ് ആണ്. അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ചെറിയ സ്പൂണിന് ഏകദേശം ഒരു 1/2 to 3/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 15 ml ഇതുപോലെ തന്നെയുള്ള ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ് നമുക്ക് ഇതുപോലെ ഗ്ലാസ് അല്ല ഈ ഒരു അടപ്പിന് 3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ, ഈ ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിച്ച് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടീനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് ഒരു 30 to 35 വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ.